ഹലോ എവ്രി വൺ, ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ടോപ്പിക് നിങ്ങളുടെ ശത്രുക്കളെക്കുറിച്ചാണ്. ഓക്കെ, എല്ലാവർക്കും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ശത്രുക്കളുണ്ട്. ചില ശത്രുക്കൾ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കും, ചില ശത്രുക്കൾ മനസ്സിൽ നിങ്ങൾക്കെതിരെ തെറ്റായ കാര്യങ്ങൾ ആലോചിക്കുകയും പ്രാകുകയോ അല്ലെങ്കിൽ ദുർദൃഷ്ടി വെക്കുകയോ ചെയ്യും. റൈറ്റ്? സോ ഇത് നോർമൽ ഒരു കാര്യമാണ്, എല്ലാവർക്കും ശത്രുക്കൾ ഉള്ളതാണ്. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ. സോ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ ശത്രുക്കളുടെ എന്താണ് ശത്രുക്കൾ അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നത്. ഓക്കെ, സോ ഇന്ന് 2 ടാരോ ഡെക്സ് മേർജ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ് സി എന്താണ് പ്രേക്ഷകരുടെ ശത്രുക്കൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. 5 of Pentacles. ഓക്കെ, മിക്കവാറും ഈ ഒരു ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ സാമ്പത്തികമായി അവരെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, King of Swords, 4 of Pentacles, 5 of Swords, Justice. കാർഡ്സ് ഷഫിൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. പ്രേക്ഷകർ ഫോളോ ചെയ്യുക. കാരണം ഞാൻ അവിടെ ഹീലിങ്സ് കൊണ്ടുവരുന്നതാണ്, ഞാൻ അഫർമേഷൻസ് നൽകുന്നതാണ്. ഓക്കെ, സോ അത് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഷോർട്സിൽ ഇവിടെ ഞാൻ അത് ഇടുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അത് ഇടുന്നത്. സോ വന്നത് 2 of Cups, Page of Swords, the Tower, Queen of Wands. ഓക്കെ, അതുപോലെ ഹീലിങ്സ് ബുക്ക് ചെയ്യാനും സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാനുള്ള നമ്പർ 2 വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. കോൾ ചെയ്യാതിരിക്കുക, ബിക്കോസ് ദാറ്റ്സ് ആരും കോൾ എടുക്കുന്നതല്ല, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ അറിയിക്കൂ എന്താണ് ഇഷ്യൂ. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ തിരികെ വരുന്നതാണ്. ആൻഡ് മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ പിക്ക് എ കാർഡ് റീഡിങ്സ് വരുന്നതാണ്. സോ എന്താണ് പ്രേക്ഷകരുടെ ശത്രുക്കളുടെ അടുത്ത സ്റ്റെപ്പ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? നോട്ടം പ്രേക്ഷകരുടെ സാമ്പത്തികത്തിൽ ആണ്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികം. ചില പ്രേക്ഷകർ നിങ്ങളുടെ ഈ ശത്രുവിനെ ഓക്കെ സാമ്പത്തികമായി നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ആഗ്രഹം നിങ്ങളുടെ സാമ്പത്തികം കുറയണം. ബിക്കോസ് സി 5 of Pentacles is what? സാമ്പത്തികം ഇല്ലായ്മയാണ് 5 of Pentacles. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതത്തിൽ പണം, ധനം, ഐശ്വര്യം, സാമ്പത്തിക നേട്ടങ്ങൾ ഇല്ലാതാകണം. അത് നേരത്തെയും അവർ ആഗ്രഹിക്കുന്നതാകാം, പക്ഷേ ഇവിടെ അവർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് മറ്റാൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, അവരുടെ ഊഹങ്ങൾ അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ചില ശത്രുക്കൾ ഇതും പറഞ്ഞു നടക്കുന്നുണ്ട്, ദാറ്റ് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് ആൻഡ് നിങ്ങളത് സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ആർക്കും കൊടുക്കാറില്ല, നിങ്ങൾ ആരെയും സഹായിക്കാറില്ല. ഓക്കെ, അത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഇസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈവൻ ചില ശത്രുക്കൾ ഇതും പറഞ്ഞ് നടക്കുന്നുണ്ട്, ദാറ്റ് പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു നടക്കുന്നത് എവിടെയോ അവർക്കറിയാം ദാറ്റ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, ഒരു സ്ഥിര വരുമാനമുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് കിട്ടിയ ജസ്റ്റിസ് ആണ്, നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് ഫലമാണ്. പക്ഷേ എവിടെയോ ഈ ശത്രുക്കളുടെ ആഗ്രഹം നിങ്ങളുടെ ആ ജസ്റ്റിസ്, നിങ്ങൾക്ക് കിട്ടുന്ന ന്യായത്തെ തിരിച്ചു മറിക്കുക
എന്നതാണ്. ഓക്കെ, ബട്ട് ബിക്കോസ് ഇവിടെ ഹയറോഫൻ കാർഡ് വന്നിട്ടില്ല, സോ ഡെഫിനറ്റ്ലി അവർ ഇത് വിചാരിക്കുന്നതേ ഉള്ളൂ, ബട്ട് അവർക്കത് തിരിച്ചു മറിക്കാൻ, നിങ്ങളുടെ ഭാഗ്യം തിരിക്കാനുള്ള സോഴ്സ് കയ്യിലില്ല. ഓക്കെ, അവർക്കത് ചെയ്യാനുള്ള ഒരു വഴി കിട്ടുന്നില്ല. ഓൾറൈറ്റ്, ആൻഡ് അവർക്ക് ക്ലിയർലി അറിയാം ദാറ്റ് നിങ്ങളുടെ സാമ്പത്തികം ഉയർച്ച നേടുന്നുണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾ ഉയരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി നിങ്ങൾക്ക് കിട്ടുന്ന ന്യായം ആണ്, നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ്. 2 of Cups, Page of Swords, Tower of Wands. സോ അവരെന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്? ദാറ്റ് ഈസ്, ഇത് പലർക്കും റെസനേറ്റ് ആകും. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേറെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻസ്, ദാറ്റ് ഈസ് നിങ്ങളുടെ സ്പൗസ്, അവരുടെ കണക്ഷൻ നിങ്ങളുടെ ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഈ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻലോസിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലാകാം, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നവരാകാം, നിങ്ങളുടെ സ്പൗസിൻ്റെ ഫ്രണ്ട്സ് ആകാം, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാകാം. ഓക്കെ, സോ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, ആൻഡ് പലപ്പോഴും നിങ്ങളുടെ സ്പൗസ്, ഓക്കെ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അവരുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെയോ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകാം. ഇഫ് യെസ്, ദെൻ ഇതാണിപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ടവർ മൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, സോ ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഈ ജസ്റ്റിസ് മാറിപ്പോയി നിങ്ങൾക്ക് സാമ്പത്തികത്തിൽ ലോസ് ഉണ്ടാകാൻ. ഇവിടെ ക്വീൻ ഓഫ് വാൻസ് എനർജിയാണ്. എവിടെയോ നിങ്ങളുടെ ധൈര്യത്തെയും അവർ ചോർത്ത് മാറ്റാൻ, ദാറ്റ് ഈസ് നിങ്ങളുടെ ധൈര്യത്തെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ എംപറർ, കിങ് ഓഫ് വാൻസ്, and one more card please. 9 of Pentacles and the Moon. Yes, എവിടെയോ നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഊർജം, അതിനെ അറ്റാക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ക്രൗൺ, ദാറ്റ് ഈസ്, ഈവൻ ദോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരു അറിയപ്പെടുന്ന ആളല്ല, പക്ഷേ ആക്ച്വലി നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഫെയിം ആൻഡ് നെയിമിനെ തകർക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്ക് അതൊരിക്കലും മാറ്റാൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് നിങ്ങൾ, ഈവൻ തോ അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാം എങ്ങനെ മാറിപ്പോകണം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർലി അറിയാം എങ്ങനെ മാറിപ്പോകണം. ഓൾറൈറ്റ്, സോ നൗ നമുക്ക് നോക്കാം എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് നൽകുന്ന മെസ്സേജ്. പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ? വിസ്ഡം, ഓക്കെ, ത്രോട്ട് ചക്ര, ഓൾറൈറ്റ്, 55 എന്ന നമ്പർ പ്രേക്ഷകർ കാണുന്നുണ്ടാകാം. സോളാർ പ്ലെക്സസ് ചക്ര. ഓക്കെ, സോ സി ലിറ്ററലി നിങ്ങളുടെ ശത്രുക്കളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലാതാക്കുക. ആൻഡ് ഐ ഷോ യു വൺ തിങ്. എൻ്റെ അടുത്ത് ഈ കോൺഫിഡൻസ് ബ്രേസ്ലെറ്റ് ഇരിക്കുന്നു. ഓക്കെ, എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇതെടുത്തതെന്ന്. ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റ്സ് ഞാൻ ഇടാറുണ്ട്. സോ ഞാൻ ഇവിടെ എന്തുകൊണ്ടോ കാർഡ്സ് എടുക്കുമ്പോൾ ബ്രേസ്ലെറ്റും ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. And I really don't know why. And look at this, solar plexus chakra. നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അവരെത്രയോ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ കോൺഫിഡൻസിൽ വലിയ മാറ്റങ്ങൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഏറെ മാറ്റങ്ങൾ കാണുന്നുണ്ടാകാം. നിങ്ങൾക്ക് വളരെ നോൺ കോൺഫിഡൻസ് തോന്നുന്നുണ്ടാകാം, വളരെ ലോ ആയിട്ട് തോന്നുന്നുണ്ടാകാം. നിങ്ങൾക്ക് ചിലപ്പം ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഒരു ധൈര്യക്കുറവ് തോന്നുന്നുണ്ടാകാം. പക്ഷേ അവർ കാണുമ്പോൾ, ശത്രുക്കൾ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഒന്നും കൂടി കോൺഫിഡൻസ് നിങ്ങളിൽ
കൂടിയിട്ടുണ്ട് എന്നതാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. സോ എഗെയിൻ ആൻഡ് എഗെയിൻ അവർ നിങ്ങളുടെ കോൺഫിഡൻസിനെ ചെറുതാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ വിസ്ഡം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ഏതാൾ എത്ര രീതിയിൽ എന്തൊക്കെ ചെയ്യാം, ഓക്കെ, എന്തൊക്കെ ചെയ്യും. ആൻഡ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളിൽ നിങ്ങൾ ഏറെ ലെസൺസ് പഠിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കറിയാം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കണോ വേണ്ടയോ. ഓക്കെ, ഫസ്റ്റ് ഇസ് ദാറ്റ്. സോ യൂസ് ദാറ്റ് വിസ്ഡം. ആ വിസ്ഡം നിങ്ങൾ യൂസ് ചെയ്യും. ത്രോട്ട് ചക്രയാണ് വന്നത്. വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടടുത്ത് പറയൂ. ആരെങ്കിലും നിങ്ങളെ what we say ക്രോസ് സെക്ഷനിൽ നിർത്തുകയാണ്, ക്രോസ് വിസ്താരം എന്ന് പറയും, റൈറ്റ്? ദാറ്റ് ഈസ് പല ആൾക്കാരുടെ ഇടയിൽ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി പറയുകയോ നിങ്ങളെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്തിട്ടില്ലെന്നും ആൻഡ് അത് എന്തിനാണ് അയാൾ ചോദിക്കുന്നത് എന്നുള്ളത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ധൈര്യം പ്രേക്ഷകർക്ക് വരേണ്ടതാണ്. അത് ഡെവലപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ത്രോട്ട് ചക്ര ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ലാപ്പിസ് ലസൂലി സ്റ്റോൺ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. സ്റ്റോൺ വാങ്ങിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പ്രേക്ഷകർ ഗൂഗിളിൽ ചെല്ലൂ, ലാപ്പിസ് ലസൂലി ടൈപ്പ് ചെയ്യൂ, നിങ്ങൾക്ക് പല സ്റ്റോൺസിൻ്റെ പിക്ക് കിട്ടുന്നതാണ്. ആ ഒരു പിക്ക് എടുക്കൂ ആൻഡ് ഡെയിലി ആ പിക്കിനെ നോക്കി അഫർമേഷൻ കൊടുക്കൂ. എൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ആൻഡ് ക്ലിയർ ആണ്. ഞാൻ വളരെ ക്ലിയർലി ആണ് സംസാരിക്കുന്നത്. ഡെയിലി ഈ അഫർമേഷൻ 3 to 11 ടൈംസ് ആ ലാപ്പിസ് ലസൂലി സ്റ്റോണിനെ നോക്കി പറയുക. ഓക്കെ, അത് വളരെയധികം നിങ്ങളുടെ ത്രോട്ട് ചക്രയെ ബാലൻസ് ആക്കി തരുന്നതാണ്. സോലാർ പ്ലെക്സസ് ചക്ര സ്ട്രോങ് ആകാൻ പ്രേക്ഷകർ കുളിക്കുന്ന വെള്ളത്തിൽ പെർട്ടിക്കുലർലി തേഴ്സ്ഡേ വ്യാഴാഴ്ചകളിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കുളിക്കുക. ഓക്കെ, അത് നിങ്ങൾ വെള്ളത്തിലിട്ട് കുളിക്കൂ. നിങ്ങളുടെ ഊർജ ഓറ സ്ട്രെങ്തൻ ആകുന്നതാണ്. ഓക്കെ, റം എന്നത് കണ്ടിന്യൂസ്ലി ചൊല്ലൂ, റം. ഓക്കെ, അല്ലെങ്കിൽ രാമനാമം കണ്ടിന്യൂസ്ലി ചൊല്ലുന്നതും ഫലപ്രദമാകുന്നതാണ്. ഓക്കെ, സോ ഇതാണ് പ്രേക്ഷകരുടെ ശത്രുക്കൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവർ എത്രയേ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ എഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ ജയിച്ചു വരുന്നതാണ്. ഐ ബിലീവ് ദാറ്റ്. So let me see something. Okay, please give us a hint whether the viewers are protected. Beyond illusion, change your perception. ഓക്കെ, ഇവിടെ പറയുന്നത് പല പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ല, എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഊർജം അല്ലെങ്കിൽ എനർജി തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്പൈഡർ എന്നാണ് കാണിക്കുന്നത്. സ്പൈഡർ എട്ടുകാലി, റൈറ്റ്? എട്ടുകാലി. സോ ഇവിടെ സ്പൈഡറിനെയാണ് കാണിക്കുന്നത്. റിപ്പീറ്റഡ് കാര്യങ്ങൾ, ദാറ്റ് ഈസ് എപ്പോഴും ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ആകുന്നു. സോ എവിടെയോ ആ പാറ്റേൺ മാറി പോകുന്നില്ല. ഓക്കെ, സോ അത് ആ പെർസെപ്ഷൻ നിങ്ങൾ മാറ്റൂ. ഏതൊരു സംഭവം നടക്കുന്നു, ഇതിനകത്ത് എനിക്ക് എന്തോ പഠിക്കാനുണ്ട്, ലെറ്റ് മീ ലേൺ ദാറ്റ്. ആ പാറ്റേൺ അവിടെ ബ്രേക്ക് ചെയ്യൂ. ഓക്കെ, ആ ഇല്യൂഷനെ ബ്രേക്ക് ചെയ്യൂ. ഒരു കാര്യം ഇത് പറയപ്പെടുന്നതാണ് സ്പിരിച്വൽ വേൾഡിൽ, ദാറ്റ് ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ, ആൾക്കാർ വേറെയാകാം, സിറ്റുവേഷൻ വേറെയാകാം, പക്ഷെ സെയിം രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് നിങ്ങൾ പഠിക്കേണ്ട പാഠം പഠിച്ചിട്ടില്ല. അത് പഠിക്കൂ. ആ പാറ്റേൺ അവിടെ ക്ലോസ് ചെയ്യൂ. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് സ്പൈഡർ മീൻസ് പ്രൊട്ടക്ഷൻ ആസ് വെൽ. ഓക്കെ, ദാറ്റ് ഈസ് സ്പൈഡർ മീൻസ് പ്രൊട്ടക്ഷൻ ആസ് വെൽ ബിക്കോസ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഏറെ ഉള്ളവർക്കായിരിക്കും എപ്പോഴും സ്പൈഡറിനെ കാണിക്കുക. അവരുടെ ഡ്രീംസിലാകാം അല്ലെങ്കിൽ നിങ്ങൾ നിത്യേന ചെയ്യുന്ന ജോലികളിൽ പെട്ടെന്ന് സ്പൈഡർ വന്ന് മുമ്പോട്ട് വരിക. ഓക്കെ,
സോ സ്പിരിച്വൽ പ്രൊട്ടക്ഷനും അവിടെ നൽകുന്നുണ്ട്. ആൻഡ് നിങ്ങളോട് പറയുന്നത് മൂവ് ഫോർവേഡ്. ഓക്കെ, പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് റൈറ്റ്. അത് ശരിയാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ ലെറ്റ്സ് സീ വൺ മോർ കാർഡ്. ഫെമിനൈൻ ട്വിൻ ആക്ടിവേറ്റിംഗ് ഹയർ സെൽഫ്. സോ പ്രേക്ഷകരോട് ഇവിടെ പറയുന്നത് റിസീവിങ് മോഡ്. നൗ റിസീവിങ് മോഡ് ഇൻ ദ സെൻസ്, സി എപ്പോഴും, ആൻഡ് ഹിയർ യു ക്യാൻ ലുക്ക് കമ്പാഷൻ ആണ് വന്നിരിക്കുന്നത്, ഹയർ ഹാർട്ട് ഓപ്പണിംഗ്. സോ ഐ വിൽ ടേക്ക് ദിസ്. ഫെമിനൈൻ ട്വിൻ ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നിങ്ങളുടെ ഫെമിനൈൻ എനർജിയെ ജാഗൃതമാക്കുക. റിസീവിങ് മോഡ് ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യാനല്ല ഇവിടെ പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനെ റിസീവ് ചെയ്യൂ. ആൻഡ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡും ഉണ്ട്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ പ്രൊട്ടക്ഷൻ ഷീൽഡിലാണ്. പിന്നെ പല ഗിഫ്റ്റ്സ്, പല റിവാർഡ്സ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിനെ റിസീവ് ചെയ്യൂ. അഗെയിൻ സോലാർ പ്ലെക്സസ് ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രേക്ഷകർക്ക്. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അത് ആക്ടിവേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. കമ്പാഷൻ ആണ്. പലപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾക്ക്. പലപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് താഴ്ത്തുന്നത് മറ്റാൾക്കാരുടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്താണോ അവരുടെ ഭാവം അതിന് വേണ്ടിയിട്ടോ. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കമ്പാഷൻ ഉണ്ടാക്കിയെടുക്കൂ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടി കമ്പാഷൻ ഇൻ ദ സെൻസ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ ചെയ്തത് തെറ്റല്ല. ഓക്കെ, യെസ്, ഏതെങ്കിലും ഡിസിഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ തെറ്റ് നടക്കുന്നുണ്ടാകാം. ബട്ട് ആ ഡിസിഷൻ നിങ്ങൾ ആ ഒരു സമയത്ത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ എടുത്തത്. ഓക്കെ, അന്ന് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം ആലോചിച്ചിട്ടാവാം എടുത്തത്. അൺലെസ് ആൻഡ് അൺടിൽ ഇത് മറ്റൊരാളെ ഹാം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അവിടെ കമ്പാഷൻ കൊടുക്കൂ. ദറ്റ് ഞാൻ ആ ഡിസിഷൻ എടുത്തത് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ബട്ട് യെസ്, എൻ്റെ ലൈഫ് ലെസണിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഡിസിഷൻ തെറ്റായ രീതിയിലാണ് വന്നത്. ഓക്കെ, സോ കമ്പാഷൻ കൊടുക്കൂ, നിങ്ങൾക്ക് സ്നേഹം കൊടുക്കൂ. നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ പോലും ഓക്കെ, നിങ്ങൾക്കൊപ്പം ദൈവം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഡിവൈൻ എനർജീസ് ഉണ്ട്, റൈറ്റ്? സോ അത് ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് യു നീഡ്. അതാണ് പ്രേക്ഷകർക്ക് വേണ്ടത്. സോ ഐ ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ പ്ലാനൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് എന്നുണ്ടെങ്കിൽ ഇത്തിരി അകലം പാലിച്ചു വെക്കുക. അധികം അവരുടെ വീട്ടിൽ പോകാതിരിക്കുക. അവർ തരുന്ന സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഒത്തിരി ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ വീട്ടിലിരിക്കാതെ പെട്ടെന്ന് ഒരു കാരണമില്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ പറ്റിയിട്ട് പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ എന്തോ തെറ്റായ കാര്യം ഓർക്കുകയോ ചെയ്യുന്നുണ്ട്. പറയുക, കട്ട്, ക്യാൻസൽ, റിലീസ്, ഞാനിത് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ പറയാം. ഓർ ഐ റിജക്റ്റ് ദ നെഗറ്റിവിറ്റി, ഞാൻ ഈ നെഗറ്റിവിറ്റിയെ, ഈ എനർജിയെ, എൻ്റെ അല്ലാത്ത എനർജിയെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു ആൻഡ് ഡിവൈനിലേക്ക് വിടുന്നു. ഓൾറൈറ്റ്, സോ ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. സേഫ് ഇരിക്കുക, സൗണ്ട് ഇരിക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കൂ. വേർബലി ഒരു കാര്യവും ചെയ്യാതിരിക്കൂ, പറയാതിരിക്കൂ, മനസ്സിലാക്കൂ. ആൻഡ് ദെൻ അതിനുള്ള കാര്യങ്ങൾ യുക്തിപൂർവം ചെയ്യൂ. ബിക്കോസ് ശത്രുക്കൾ നിങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. നിങ്ങളുടെ പലപ്പോഴും പല കാര്യങ്ങൾ അവർക്ക് വളരെ വ്യക്തമായി അറിയാം. നിങ്ങളുടെ സമയങ്ങൾ അവർക്കറിയാം. എപ്പോൾ ഉണരുന്നു, എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, എപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നു, ഓക്കെ, എല്ലാം അവർക്കറിയാം. സോ പ്ലീസ് നിങ്ങളുടെ ടൈം ടേബിൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും.
ഓക്കെ, നിങ്ങളുടെ ടൈം ടേബിൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങൂ. നിങ്ങൾ 6 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ 4 മണിക്ക് എണീക്കാൻ തുടങ്ങൂ. നിങ്ങൾ ഡ്യൂട്ടിക്ക് വെളിയിൽ പോകുന്നവരാണെങ്കിൽ ഓക്കെ, ഇഫ് പോസിബിൾ ഓക്കെ, ഇഫ് പോസിബിൾ നിങ്ങൾ 8 മണിക്ക് വരുന്നവരാണെങ്കിൽ 7 മണിക്ക് വരൂ, അല്ലെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിട്ട് വരൂ. ദാറ്റ് ഈസ് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു ബേസിക് പ്ലാൻ, നിങ്ങളുടെ റൂട്ടീനെ പറ്റിയിട്ട് അവർക്ക് ഒരു ബേസിക് പ്ലാൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, റിജക്ട് ദാറ്റ്, അതിനെ മാറ്റാൻ ശ്രമിക്കൂ. ഇത്തിരി മാറ്റുമ്പോൾ എനർജി ഷിഫ്റ്റ് ആകുകയാണ്. ഓക്കെ, ആ എനർജി ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വലിയ കാര്യം വരുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമായിട്ട് അങ്ങ് മാറി പോകുന്നതാണ്. സോ ലെറ്റ് മീ ടെൽ യു, ഇവിടെ അവരൊന്നും ചെയ്യുന്നില്ല, അവർ മൊത്തം തോട്ട്സിലാണ്. തോട്ട്സ് വഴിയാണ് അവർ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോസിപ്പ് വഴിയും ഓക്കെ, അവരവരുടെ കൂട്ടുകാർ തമ്മിലിരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളെ പറ്റി ആലോചിച്ച് അവർ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സോ അതൊക്കെ വളരെ ഈസിലി നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ മന്ത്ര എത്ര നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത് കേൾക്കുക. പല പ്രേക്ഷകർക്ക് പല മന്ത്രങ്ങളാണ് ഇഷ്ടം. ഏത് മന്ത്രം ആണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വീട്ടിൽ ഓൺ ചെയ്ത് വെക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുക. വീടുകളുടെ മതിലുകളിൽ, വാതിലുകളിൽ ഇതിൻ്റെ സൗണ്ട് വരുന്നത്, ദാറ്റ് ഈസ് മറ്റാർക്കും ഡിസ്റ്റർബ് ആകാത്ത രീതിയിലും, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇരുന്നാൽ ദാറ്റ് ഈസ് നിങ്ങൾ ദൂരെ ഇരുന്നാലും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സൗണ്ടിൽ പ്രൊട്ടക്ഷൻ മന്ത്രകൾ, അത് ദുർഗ ചാലീസ ആകാം, ഓക്കെ, ദുർഗ അമൃത് വാണി ആകാം, ഭദ്ര അമ്മയുടെ